ടിയ. ഉം. ആ മമ്മ അവിടെ മെഷീന് മടിക്കാനില്ലേ? മമ്മ എനിക്ക് പുതിയ ഉടുപ്പടിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്നറിയോ? ഇന്നേ എനിക്ക് പുതിയ പാദസരം മേടിച്ചു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് അത്ഭുതമൊക്കെ ഉണ്ടായിട്ടാ. അതമ്മ വരുന്നുണ്ട്. എന്റെ അപ്പം തിന്നാന് എന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തന്ന പാൻ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടീനെ. ഞങ്ങളത് ഫുള്ളും തിന്നിട്ടോ. ഇതൊന്നല്ലേ നിന്നോ കൊറേ ഉണ്ടാക്കിന്ന് ഉമ്മച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നല്ല ഡാൻസ് ഒക്കെ കളിച്ചും കണ്ടു തിന്നും. ഇമ്മ അടുത്ത് കൊണ്ടാവാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അപ്പുറത്ത് കൊണ്ടുപോകും. ഒക്കെ കടിച്ചു വെച്ചില്ലെങ്കിൽ ഈ ബാഗ് എടുത്ത് തിന്നും. ഇമ്മമാനെ പിന്നെ സഹിക്കാം. ആ ശീലത്താത്തെങ്ങാനും കണ്ടാലേ ഒറ്റൊന്നും കിട്ടൂല. ഇതിന്റെ മേലിരുന്നാലേ നാട്ടുകാരെ മുഴുവൻ നമുക്ക് കാണാം. നാട്ടുകാരെ ആരും നമ്മളെ കാണൂല. ഞാനിതിന്റെ മേലിരുന്നേണ്ടി അപ്പുറത്തെ അമ്മായിനെ വിളിക്കൂട്ട. അമ്മായി ഇതിങ്ങനെ വിളിക്കൂ. അല്ലോ, അമ്മായിന്റെ വീട്ടിൽ ആരും ഇല്ലട്ടോ. അവിടെ എന്തോ സൗണ്ട് കേക്കുണ്ട്. ഹലോ ഹലോ കോക്കാച്ചി. അയ്യോ, കോക്കാച്ചി പോയി തോന്നുന്നുണ്ട്. അത് കോക്കാച്ചല്ലേനെ, എന്റെ അയൽവാസിയാണേ. ഞാൻ വെറുതെ പേടിച്ച്. അവിടെ ആരുമില്ല കാക്ക. പൊയ്ക്കോ നീയും പൊയ്ക്കോ. അവിടെ ആരുമില്ല. ടാറ്റാ, ഞാൻ പൊയ്ക്കോ. അവിടെ ആരുമില്ല. എന്നത് അങ്ങോട്ട് വരണേ. വെച്ചിയത് അങ്ങോട്ട് വരുന്നിട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാ ഇവിടെ ആളില്ലാന്ന്. ഇവിടെ ആളില്ല. പൊയ്ക്കോ. ഇവിടെ ആളില്ലെന്ന്. ഞാൻ ഇവിടുത്തെ ആളില്ല. ഇമ്മേ, അയാൾ ഇന്നെ പിടിച്ചോണ്ടാവാൻ വരുന്നേ. ഇമ്മേക്ക് പേടിയാണ്. അതിന്റെ അപ്പൊക്കെ എടുത്ത് കൊണ്ടുപോകും. ഞാൻ തിന്നട്ടെ. ഇതിപ്പോ ഒരു സാധനം എനിക്ക് തിന്നാൻ വയ്യല്ലോ. എവിടെ ചെന്നാലും എന്റെ അപ്പം തിന്നാനല്ല ആര് വരിക. എനിക്കല്ലെങ്കിൽ നല്ല ഇഷ്ടമായ ഫുഡ് കണ്ടാൽ ആരെങ്കിലൊക്കെ വരും. രസം കൊണ്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്ക. കാരണം നിർത്താൻ പറ്റുന്നില്ല. അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ അപ്പത്തിന്. ഞാൻ നിങ്ങൾക്ക് പാസാരം എടുക്കാൻ പോലെ കാണിച്ചിടാനല്ലേ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത്. ഞാൻ മറന്നു പോയിട്ടോ. ഞാനിപ്പോ കാണിച്ചിട്ടോ. അതിനിപ്പോ നേരെ വെളുത്തിട്ടല്ലേ ഉള്ളൂ. അത് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് കാണിച്ചു തരാം. ഞാനെന്റെ ഷാരകാക്കാന്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ വേഗം ബൈക്കുമ്പോ പോവാൻ പറ്റുമല്ലോ. അതുകൊണ്ട് വേഗം കുളിച്ച് റെഡി ആവട്ടെ. അങ്ങനെ എന്റെ കൂയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ക്രീമൊക്കെ തേക്കണം കേട്ടോ. കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. ക്രീമ മാത്രമേ തേക്കുള്ളൂട്ടാ. വലിയ പെട്ടിയതുകൊണ്ട് വെച്ച് മേലെ മുഴുവനും തേച്ചിരും. എനിക്ക് പിന്നെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അടുത്ത് ലിപ്സ്റ്റിക് ഒന്നുമില്ല. പക്ഷേ താത്താന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എല്ലാം എടുത്തിടും. താത്താന്റെ എല്ലാ മേക്കപ്പും ഞാൻ എടുത്തിടല്. ഇപ്പൊ ഞാൻ താത്ത ഒന്ന് കാണാറൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇടും. ഈ ഉമ്മച്ചിന്നെ എന്താ കാട്ടണേ? മീൻ പൊരിക്കണ മാതിരി ലോർത്ത് മസാല തേക്കണ മരി കാട്ടണേ. ഇത് പുതിയ വളന്റെ യേശു താത്ത വേടിച്ചതാ. ഇതിടണോ? ഉമ്മച്ചിയെ ഇതും വിട്ടാട്ടെടുത്താ. ഇതാണ് ഞാനിപ്പോ ഇടാൻ പോണ ഡ്രസ് ഇട്ടോ. ഇത് പഴയതല്ലേ. ഇതിട്ടിട്ടോ ഇങ്ങനെ ഇവിടെ പോവാ പസാര എടുക്കാനേ. കുഴപ്പമില്ല. നിങ്ങൾ ഈ വാള വേഗം ഇട്ടര്. ഇത് യേശു താത്ത വേടിച്ചതാണ്. എന്താ രണ്ട് കളറ്? നിന്റെ മുടി ഇങ്ങനെ വര മച്ചാനേ സൽമാനേ. ആ പാറ്റത്തെ വയസ്സുണ്ടല്ലോ എന്റെ മുടി കാണുവാന്. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് അപ്പൊ ശരി താത്ത ഉണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കണേ. ഞാൻ ലിപ്സ്റ്റിക് എടുത്തത് താത്ത കണ്ടിക്കണേ തോന്നുന്നുണ്ട്. ഇന്റെ കള്ളച്ചിരി കണ്ടപ്പോ താത്തക്ക് മനസ്സിലായിക്കണേ. താത്ത കാണണ്ട, കണ്ണൊക്കെ പൊത്തിരിക്കണ നല്ലത്. താത്തനോട് ഓരോന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഷോപ്പിടാ. അതാകുമ്പോ താത്തയുടെ ഓർമ്മ ഉണ്ടാവില്ലാണ്ട് മറന്നു പോയിക്കോളൂ. എന്തായാലും എന്റെ ബുദ്ധി. ഇതോ പ്ലാസ്റ്റിക്കിന്റെ വളയണോ? പ്ലാസ്റ്റിക് ഒന്നില്ല. ദേശു താത്തിന്നെ അങ്ങനെ പറ്റിപ്പൊന്നില്ല. ഇമ്മച്ചിത് എപ്പോഴും മുടി കെട്ടിക്കയ്യാ. കാണെങ്കിൽ പുറത്തേക്ക് പോവാഞ്ഞിട്ട്. ഉമ്മച്ചിക്ക് പുതിയ സ്റ്റൈൽ എടുത്തെന്നിട്ടാ. ഇന്നലെ ഇപ്പത്തെ കൊറിയൻ സ്റ്റൈല് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സ്റ്റൈൽ എടുത്തപ്പോ കൊറിയൻ ഒന്നല്ല ഇത്. ഇപ്പൊ എന്നെ കണ്ട ഒരു സുന്ദര കുട്ടപ്പനായില്ല. ഇത് നമ്മുടെ കേരള സ്റ്റൈൽ തന്നെ വന്നത്.
കൊറിയൻ സ്റ്റൈലൊന്നും നിന്റെ തലമ വരുന്നില്ല. അപ്പൊ മച്ചി പിന്നെ ഒന്നും കൂടെ വന്നിട്ട് ഹെയർ പിന്നെ മാറ്റി തന്നു. എന്റെ തലമ അങ്ങനെ പലതും കാട്ടി നോക്കും മച്ചി. എന്നിട്ട് അവസാനം ഒരു സ്റ്റൈലുമൊക്കെ എന്നെ എത്തും. അതേതാറോ ഒരു 2 കൊമ്പ് ഉണ്ടാവും 2 സൈഡിലും. ഇത് പിന്നെ ഞാനിങ്ങനെ ഇറക്കണോണ്ടാണ് കേട്ടോ അമ്മച്ചി കുറേ നേരം പിടിച്ച് വാരണത്. എങ്ങനെ അവസാനം മുടി ഉണ്ട് കുത്തി ഒരു ക്ലിപ്പ് കുത്തി തന്നിട്ടാ. അത് കുത്തിയപ്പോ വലിയ രസമൊന്നും ഇല്ലേന്. നിങ്ങൾ നോക്കിട്ടാ നല്ല ക്ലിപ്പ് രസന്റെ പശിന്റെ തലമ കുത്തിയപ്പോ രസം തോന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഒരുങ്ങിക്കണ എന്തിനറിയോ പാസാരം എടുക്കാനൊന്നല്ല, ഉമ്മച്ചിനെ പിടിച്ച് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിടിച്ചിങ്ങനെ ഒക്കെ ഓരോന്ന് ഒരുക്കിക്കണേ. പക്ഷെ ഞാൻ അടങ്ങിയിരിക്കുവോ? ഞാനിപ്പോ പുറത്ത് കൊണ്ടുവച്ചിട്ടല്ലേ നിന്നത്. ഞാൻ ഉറങ്ങാനൊന്നും പോണിയാ. ഞാൻ പോയി പുറത്ത് കറങ്ങട്ടെ. ആദ്യം താത്താൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട് ഇടട്ടെ. ഉമ്മച്ചോട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറിനപ്പോ ഉമ്മച്ചിനെ പുറത്ത് കൊടുത്തിട്ട് കുറച്ച് അപ്പം കൂടെ തിന്നാന്. എന്നിട്ട് ഞങ്ങള് വേഗം പോയി. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ശാലിറാക്കപ്പ വണ്ടി എത്തി വരൂട്ടാ. ഞങ്ങൾ പാസാരം എടുക്കാൻ പോവാണേ. ഞാൻ പാസാരം എടുത്തു വന്നിട്ടുള്ളത് കാണിച്ചില്ല കേട്ടോ. പോണതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ പാസാരം ഞാൻ കാണിച്ചു നിനക്ക്. കണ്ടാ, ഇതാണ് എൻ്റെ പുതിയ പാസാരം. ഒരു ചങ്ങല മാത്രം, നല്ല സിമ്പിൾ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അവിടെ കുറേ പാസാരം കണ്ടേനെ. ഇത് ഇട്ടപ്പോ നല്ല സൗണ്ട്. ഞാനിട്ടിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ച്. എൻ്റെ കേരങ്ങൾ കണ്ടില്ലേ? ഒരു മുറി വന്ന് പാത്തായോ. ഈ പാസാരത്തൊട്ടി ഡാൻസൊക്കെ കളിക്കാൻ നല്ല രസാ. അപ്പൊ ഞാൻ പോയിട്ടാ. എനിക്ക് ഉറങ്ങാൻ നേരക്കണം. അപ്പൊ ബൈ ബൈ ബൈ. നിങ്ങളെന്താ പോവാത്തേ? പോയിക്കോലേ. ഓ, എന്റെ പാസാരം കണ്ടിട്ടാവൂലേ? ഇങ്ങള് പിന്നെയും പോയില്ലേ? ബൈ, പോയിക്കോളിട്ടോ. അമ്മയ്ക്ക്